വയനാട്ടിൽ നിന്നും നമ്മുടെ പ്രതിനിധി പ്രജീഷ് ചേരുന്നു. പ്രജീഷ്, ഈ എല്ലാ മേഖലകളിലും സൈന്യത്തിന് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഉരുൾപൊട്ട മേഖലകളിൽ, സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം, ഇത്തരത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ, ഇതൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇപ്പൊ പ്രദേശത്ത് രക്ഷാസൈന്യം എത്തിയിട്ടുണ്ട്. രക്ഷാസൈന്യം എത്തിയെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് കൂടിയാണ് അവർ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും മുണ്ടക്കൈ, പിന്നെ നമ്മുടെ ചൂരൽമല, അട്ടമല എന്ന ഭാഗങ്ങളൊക്കെ ഒറ്റപ്പെട്ടിട്ടാണ്. അങ്ങോട്ട് കടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും. ഇപ്പൊ ഏകദേശം അവർ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ച് അങ്ങോട്ട് കിടക്കണം. ആ പ്രദേശത്ത് ഒരു ഏകദേശം ഒരു 300 കുടുംബങ്ങളുടെ അടുത്ത് അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ ലഭിച്ച വിവരം. ഇപ്പോൾ കുറച്ച് നേരത്തെ ഇവിടെ വെള്ളം അതിക്രമമായി വർദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും മാറി നിൽക്കാൻ മന്ത്രിമാർ ഉൾപ്പെടെ ഇങ്ങ് എത്തിയിരുന്നു. അവരോടെല്ലാം ആ പ്രദേശത്ത് നിന്ന് മാറാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെടുകയും അങ്ങനെ അവിടുന്ന് മാറി നിൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും രക്ഷാപ്രവർത്തനം തുടർന്നിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ അവർ ഏകദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും കുറച്ച് സേനകൾ കൂടി ഇവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അവർ എത്തിച്ചേർന്നാൽ ഉടനെ തന്നെ മുണ്ടക്കൈ, അതുപോലെ അട്ടമല എന്ന ഭാഗങ്ങളിലേക്ക് അവർ തെരച്ചിലിനായി രക്ഷാക്രമങ്ങൾ വ്യാപിക്കുമെന്നാണ് ഇപ്പൊ നമുക്ക് ലഭിച്ച വിവരം. പ്രജീഷ്, നമുക്കറിയാം സൈന്യത്തിന് ഒരുപക്ഷെ ഈ മേഖലകൾ, ഈ പ്രദേശങ്ങൾ അത്ര പരിചിതമല്ലായിരിക്കും. സ്വാഭാവികമായി ഒരു ദുരന്തം വരുമ്പോഴാണല്ലോ അവരുടെ സാന്നിധ്യം കൂടുതലായി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് പൂർണ്ണമായും സൈന്യം തന്നെ നേരിട്ടിറങ്ങി അവർ തന്നെ ഈ പ്രദേശങ്ങൾ, ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് അവർ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അവർക്ക് മറ്റ് നിർദ്ദേശങ്ങളോ ഗൈഡൻസോ ഒന്നും നൽകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രാദേശികമായ ഒരു പിന്തുണയും അവർക്ക് കിട്ടുന്നില്ലാത്ത ഒരു സാഹചര്യമായിരിക്കും അല്ലേ? അല്ല, തെറ്റാണ്. പ്രാദേശികമായിട്ട് നല്ല സഹകരണമാണ് പല മേഖലയിലും. അല്ല, ഞാൻ ചോദിച്ചത് പല മേഖലയിലും അവർക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അവർ റോപ്പ് ഉപയോഗിച്ചൊക്കെയാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അത്തരം ചില സാഹചര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ സാധാരണ ആൾക്കാർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ അവർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ടോ? അതെ, ഇപ്പോ ഏകദേശം അങ്ങനെ തന്നെയാണ്. അവരുടെ രക്ഷാപ്രവർത്തനം വേണ്ടി നേതൃത്വം നൽകുന്നത്. ഇപ്പൊ റോപ്പ് കെട്ടി, നമ്മൾ വിഷ്വലിൽ കാണുന്ന പോലെ റോപ്പ് കെട്ടിയിട്ടാണ് അവർ ഈ ഒലിച്ചു പോയ പാലത്തിനെതിരെയാണ് ഇപ്പൊ ഒരു റോപ്പ് കെട്ടിയിരിക്കുന്നത്. ആ റോപ്പിലൂടെയാണ് അങ്ങോട്ട് മറികടന്ന് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് കുറച്ചുപേരെ ഇങ്ങോട്ട് രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തു. നമുക്ക് ഏറ്റവും അടുത്ത് കാണുന്ന കുറച്ചുപേരെ ഇങ്ങോട്ട് രക്ഷപ്പെടുത്തി ഇക്കരയിലേക്ക് എത്തിക്കാനൊക്കെ സാധിച്ചായിരുന്നു. ഇപ്പോ നിലവിൽ നമുക്ക് ഈ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കലാണ്. അതിനുവേണ്ടി ഹലോ, പ്രജീഷ് കേൾക്കുന്നുണ്ട്. ഇത് കൃത്യം ഏത് പ്രദേശത്താണ്, ഏത് സ്ഥലത്താണ് ഇപ്പോൾ പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ? ഇപ്പൊ നിലവിൽ മുണ്ടക്കൈ പ്രദേശത്താണ്. നമ്മളെ മുണ്ടക്കൈയിലെ പാലമാണ്, ചൂരൽമല മുണ്ടക്കൈനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഉണ്ടായിരുന്നു. അതാണ് ഒലിച്ചു പോയിരിക്കുന്നത്. ആ പ്രദേശത്താണ് പാലം താൽക്കാലികമായി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഓക്കെ. അവിടെ ഇപ്പോൾ ആ പ്രദേശത്ത് മറുഭാഗത്ത് കൂടുതൽ പേർ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടോ ഇപ്പോഴും? 200-300 പേരോളം കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ ലഭിച്ച വിവരം. എങ്ങനെയാണ് ആ ഒരു പ്രദേശത്തിന്റെ ഒരു ഭൂശാസ്ത്രം എങ്ങനെയാണ്? അവിടെ കൂടുതൽ വീടുകളുള്ള ഒരു ഇടമാണോ, കർഷകർ കുടുംബങ്ങൾ, അതോ കാർഷിക മേഖല കൂടുതലായിട്ട് കൃഷി സ്ഥലങ്ങളാണോ, അതോ വീടുകളുള്ള സ്ഥലമാണോ കൂടുതൽ? ഇത് തോട്ടം മേഖലയാണ്. ഹലോ, കേൾക്കുന്നുണ്ട് പ്രജീഷ്, പറഞ്ഞോളൂ. കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇവിടെ ചെറിയ മഴയും ഭയങ്കര റഷ് ആയതുകൊണ്ട് നമുക്ക് റേഞ്ചിന് ഭയങ്കര പ്രോബ്ലം ഉണ്ട്. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടുത്തെ ഓഡിയോയും ശ്രദ്ധിക്കാം. പ്രജീഷ് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, പ്രജീഷ് പറയുന്നത് എനിക്ക് വ്യക്തമാണ്, പറഞ്ഞോളൂ. ഈ ഒരു പ്രദേശം എങ്ങനെയാണ്? അവിടെ കൂടുതൽ കുടുംബങ്ങൾ ഒരു സഹായത്തിനായി അഭ്യർത്ഥിക്കുന്ന കാഴ്ച നമുക്ക് മറുവശത്ത് നിന്ന് കാണാൻ കഴിയുമോ? അങ്ങനെ നമുക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്തല്ല, എങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് നിന്നെല്ലാം പ്രാദേശികമായും നമ്മൾ ആദ്യം കുറച്ച് ദൂരം ഇങ്ങോട്ട് ഇക്കരയ്ക്ക് എത്തിച്ചിരുന്നു. ഇപ്പൊ നിലവിൽ സൈന്യം എത്തിയതിനു ശേഷം നമ്മൾ റോപ്പ് ഉപയോഗിച്ചാണ് കുറച്ചു പേരെയെങ്കിലും നമുക്ക് ഇക്കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇതൊരു തോട്ടം തൊഴിലാളി മേഖലയാണ്. അതിനാൽ തന്നെ പാടി ഉൾപ്പെടുന്ന, ഇൻഡിവിജ്വൽ വീട് ഉൾപ്പെടുന്ന, പാടി ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെ.
അപ്പോൾ ഓക്കെ പ്രജീഷ്, അവിടെ ഈ ഉരുൾപൊട്ടലിന്റെ കുത്തൊഴുക്ക് ഇപ്പോഴും നിലച്ചിട്ടില്ല എന്നുണ്ടോ? അതോ സാധാരണ പുഴ ഒഴുകുന്ന പോലെ ആണോ ഇപ്പോൾ ഒഴുകുന്നത്? അതോ വലിയ മലവെള്ള പാച്ചിൽ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടോ ഈ പുഴയിൽ? കുറച്ചു മുൻപ് വരെ സാധാ വെള്ളം ഒഴുകുന്നത് പോലെ കുറച്ച് ചളി ഉൾപ്പെടെ നമ്മൾ വിഷ്വൽ കണ്ട പോലെ, നിങ്ങൾ വിഷ്വൽ കാണുന്നതിനേക്കാൾ ഭീകരാവസ്ഥയാണ്. നമുക്ക് വിഷ്വൽ പകർത്തുന്നതിന് കുറച്ചും കൂടി ഭയങ്കര ഭീകരാവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആദ്യം ചെറിയ ഒരു തോട് പോലെയുള്ള ഒരു പുഴയായിരുന്നു. അത് വലിയ ഒരു പുഴയായി ചളിപ്പുഴയായി മാറുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചു മുമ്പേ അതിശക്തമായ കുത്തൊഴുക്കോടുകൂടി വരികയും അതൊരു ഉരുൾപൊട്ടലാണെന്ന സംശയത്തിൽ പോലീസ് അവിടെ നിന്നും എല്ലാ ആളുകളെയും മാറ്റുകയും ചെയ്തിരുന്നു. മാറ്റിയിട്ടുണ്ടല്ലേ? മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് മലവെള്ളമാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഉരുൾപൊട്ടിയതായ എവിടെയും സ്ഥിരീകരിച്ചിട്ടില്ല. ശരി പ്രജീഷ്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വയനാട്ടിൽ നിന്ന് പ്രജീഷ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി പങ്കുവെക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങളും ഇതോടൊപ്പം നമുക്ക് കാണാം. പ്രജീഷ് സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ അവിടെ ഒരു വലിയ വെള്ളമൊഴുക്ക് പുഴയിലൊക്കെ ദൃശ്യമാണ്. ചെറിയൊരു തോട് പോലെയാണ് എന്നായിരുന്നു പ്രജീഷ് സൂചിപ്പിച്ചിരുന്നത്. ആ തോട് അത് വലിയ ഉരുൾപൊട്ടലിലൂടെ വന്നു കൂടുതൽ കുത്തൊഴുക്കിൽപ്പെട്ട് അതിൻ്റെ വീതി കൂടി കൂടുതൽ മരങ്ങളും അല്ലെങ്കിൽ വീടുകളും ഒക്കെ ഒഴുകിയ ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത്. അതേ തുടർന്ന് മറുകരയിലേക്ക് ഇപ്പോൾ സൈന്യം കടന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമമാണ്. റോപ്പ് ഉപയോഗിച്ച് ആളുകളെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. പുഴ ക്രോസ് ചെയ്ത് റിവർ ക്രോസിംഗ് ആണ് അവിടെ നടക്കുന്നത്. അത് കയറിലൂടെ കെട്ടി വളരെ വിദഗ്ധമായി സൈന്യത്തിൻ്റെ രീതി അനുസരിച്ച് അവർ മാറ്റുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൈന്യത്തിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യൻ സൈന്യമാണ് അതിശക്തമായി ഈ ജോലി, അവരുടെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സൈന്യത്തിൻ്റെ വളരെ ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. സൈന്യത്തിൻ്റെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ജോലികൾ അവർ ഏറ്റെടുത്ത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കണം അവരെക്കുറിച്ച്. വയനാട് മേഖലകളിൽ പെട്ടെന്ന് സൈന്യത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായി. ഇന്ന് പുലർച്ചെയോടെ നടന്ന സംഭവം, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്ന് പോലും കൃത്യമായി വ്യക്തത ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു സമയത്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്ത്യൻ സൈന്യം അവിടെ രക്ഷാപ്രവർത്തനവുമായി നിൽക്കുകയാണ്.